കുറച്ചുകൂടെ കളർഫുൾ ആണ് കേട്ടോ. സംഭവം നല്ല കിടുവായിട്ടുണ്ട്. ഇത് അമ്മച്ചി തന്നെ ചെയ്ത വേസ്റ്റ് തുണിയിൽ തന്നെ അമ്മച്ചി ചെയ്തെടുത്തതാണ്. ഞാൻ തുണി എടുക്കാൻ ചെല്ലുമ്പം ഈ എടുക്കുന്ന തുണിയിൽ ഇച്ചിരി അധികം ഉണ്ട്, അതുകൂടെ കൂട്ടി അനിഞ്ഞെടുക്കും. ഓക്കെ, നമ്മൾ ഈ ഫ്രോക്കും നൈറ്റും ചുരിദാറും ഒക്കെ ഇച്ചിരി പഴകുമ്പോൾ മാറ്റുമല്ലോ. ഓക്കെ, അതിൻ്റെ നല്ല ഭാഗം കട്ട് ചെയ്തെടുത്ത് നമ്മുടെ കയ്യിലുള്ള പഴയ തുണികൾ അല്ലെങ്കിൽ നമ്മൾ പീസ് തുണികളുണ്ടല്ലോ, ഈ തയ്ച്ചതിൻ്റെ ബാലൻസ് അങ്ങനെയുള്ള തുണികളുണ്ടെങ്കിൽ കളയരുത്. കാരണം എന്താ, ഇതേപോലുള്ള അടിപൊളി ബെഡ്ഷീറ്റുകൾ നമുക്ക് തുന്നിച്ചേർത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മുടെ അടൂരുള്ള മിൽമ അമ്മച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അമ്മച്ചി ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന പഴയ തുണികൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു അടിപൊളി ഒരു കിങ് സൈസ് ബെഡിലൊക്കെ ഇടാൻ പറ്റുന്ന വലിയൊരു ബെഡ്ഷീറ്റാണ് ഈ കാണുന്നത്. അമ്മച്ചിയെ, ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാക്കാൻ എത്ര പീസ് തുണി യൂസ് ചെയ്തിട്ടുണ്ട്? കഷ്ണങ്ങളല്ലേ മാറ്റി വെച്ചിരുന്ന പീസ് തുണികളാണ്. ഇപ്പുറത്തെ സൈഡിൽ വേറെ വലിയൊരു തുണി നല്ല കട്ടിയുണ്ട് കേട്ടോ. ഞാൻ തുണി എടുക്കാൻ ചെല്ലുമ്പം ഈ എടുക്കുന്ന തുണിയിൽ ഇച്ചിരി അധികം ഉണ്ട്, അതുകൂടെ കൂട്ടി അനിഞ്ഞെടുക്കും. ഓക്കെ, അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം അത് കൊണ്ടിരിക്കട്ടെ, അങ്ങനെ അത് മുറിച്ച് വെക്കും. അതായത് അങ്ങനെ പീസ് മാറ്റി വെച്ചിരുന്ന തുണികൾ തുന്നിച്ചേർത്തെടുത്ത ഇതിന്റെ മിച്ചത്തിന്റെ കൂടെ അതുകൂടെ ആകുമ്പോൾ അവിടെ ഇരിക്കും. അങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ്. എനിക്കൊരു 2 മീറ്റർ തുണി മതിയെന്ന് വെച്ചോ. ചിലപ്പോൾ ആ മീറ്റർ മേടിക്കുമ്പോൾ അതിൽ അര കൂടുതൽ കാണും, അല്ലെ കാല് കൂടുതൽ. ഞാൻ പറയാം അത് കുടിഞ്ഞെടുത്തേക്കാൻ പറയും. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടുമ്പോൾ ഇത് വെട്ടി നമ്മുടെ ഇതിൻ്റെ മിച്ചവും അതും കൂടെ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കും. അങ്ങനെ പലത് മാറ്റി വെച്ച് കൂട്ടി തയ്ച്ച് ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. നമുക്കൊരു ബ്ലാങ്കറ്റിന്റെ യൂസ് കാര്യങ്ങളൊക്കെ നടക്കും. ഇത് നല്ല തണുപ്പത്ത് പുതയ്ക്കാൻ എന്ത് സുഖമാണ്. നല്ല 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 ഒരു ബെഡ്ഷീറ്റ്. ഇതുപോലെ 2-3 ഉണ്ട് എനിക്ക്. വേറെ ഒരുപാടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ അമ്മച്ചി ചെയ്ത മറ്റൊരു ബെഡ്ഷീറ്റാണ്. അത് ഇച്ചിരി കൂടെ കളർഫുള്ളാണ് കേട്ടോ. കുറച്ചുകൂടെ ചെറിയൊരു ബെഡ്ഷീറ്റാണ്. അല്ല, മറ്റേനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി ചെറിയൊരു ബെഡ്ഷീറ്റാണ്. അത് ഞാൻ ഈ അടുക്കി വെക്കാൻ എടുക്കുന്നതിൻ്റെ വലിപ്പം നോക്കിയാണ് വെക്കുന്നത് അല്ലേ. ഇതും അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബെഡ്ഷീറ്റ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ കളർഫുള്ളാണ് കേട്ടോ. സംഭവം നല്ല കിടുവായിട്ടുണ്ട്. ഇത് അമ്മച്ചി തന്നെ ചെയ്ത വേസ്റ്റ് തുണിയിൽ തന്നെ അമ്മച്ചി ചെയ്തെടുത്തതാണ്. അതിൻ്റെ തന്നെ അതിൻ്റെ പില്ലോ കവറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉണ്ട്, അതിൻ്റെ പില്ലോ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും ഒരു സാധനം പോലും അമ്മച്ചി ഇവിടെ വേസ്റ്റ് ആക്കത്തില്ല. അതാണ് അമ്മച്ചിയുടെ കളയാൻ നമ്മൾ അങ്ങനെ പഠിക്കണം. ഓക്കെ, എല്ലാം ചുരുട്ടിക്കൂട്ടി അയ്യത്തൊട്ട് കളയുന്ന ആ സ്വഭാവം അങ്ങ് നിർത്തണം. അപ്പോൾ നമുക്ക് അമ്മച്ചിക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടാറുണ്ടോ? ഒഴിവ് ആരെങ്കിലും വരുമ്പോൾ ഒന്ന് മിണ്ടിയിരിക്കുന്നതോ, ബാക്കി ഫുൾ ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിലായിരിക്കും ആയിരിക്കും. അപ്പോഴും ഞാൻ അത് തയ്ച്ചുകൊണ്ടപ്പോഴേ ആ കൂട്ടുകാരി കയറി വന്നേ. അപ്പോൾ അവളോടൊന്ന് മിണ്ടാൻ വേണ്ടി അതവിടെ താത്തു വെച്ചു. പിന്നെ ജോലി കഴിഞ്ഞ് ശരിക്കും ഇതുവരെ അമ്മച്ചി എത്ര ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവും മൊത്തത്തിൽ? അത് പറഞ്ഞാൽ ഒക്കത്തില്ല, എനിക്കറിയത്തില്ല, ഞാൻ എണ്ണിയിട്ടില്ല. അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ പെരയ്ക്കകത്ത് ഒത്തിരി ഉണ്ട്, ഒത്തിരി അഴുക്കായി പോയ സാധനങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ ഒത്തിരി സാധനം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മച്ചിയുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ